ഹലോ പറയടാ. എപ്പറ്റി? ഞാൻ കുറേ നേരം വിളിക്കണത് തന്നെ. ആടാ ഞാൻ വന്ന് കയറിയിട്ടുള്ളൂ. ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആയിരുന്നു. എടാ ഈ പ്രാവശ്യമെങ്കിലും നിന്നൊന്ന് കാണാൻ പറ്റുമോ? ഒരു പരിപാടി സെറ്റ് ചെയ്യാൻ പറ്റുമോ? ആ കാണാടാ കാണാ. അതിനിപ്പം ഈ കാണാന്നുള്ള പറച്ചിൽ എല്ലാ പ്രാവശ്യവും നീ പറയാറുണ്ട്, പക്ഷെ കാണാറില്ലെന്ന് മാത്രം. ആ നമ്മുടെ പ്രശ്നങ്ങളൊന്നും അവന്മാർക്കറിയില്ലല്ലോ. ആരാണ്? ഏയ് ചുമ്മാ. എന്നാലും ആരാണ്? അല്ല കൂട്ടുകാരന്മാരെ. എന്താണ്? അല്ല അവര് വന്നല്ല ഒന്നാണൊന്ന് കൂടണേ എന്ന് ഇങ്ങനെ ചോദിക്കായിരുന്നു. കൊറേ കാലത്ത് കാണുന്നല്ലേ, കൂടിക്കോ. നാളെ കൂടിക്കോ നിങ്ങൾ എല്ലാരും കൂടി. അപ്പൊ നാളെ നാളെ കൂടാല്ലേ? എന്നാ ഞാൻ ഒന്ന് വിളിച്ചിട്ട് വരാം. അതൊന്ന് വിളിച്ച് പറയട്ടെ. ആ ശരി. പിള്ളേരൊക്കെ വിളിച്ച് വേഗം സെറ്റാക്ക്. ആ എടാ ഇത് ശരിക്കും അവൾ സമ്മതിച്ചടാ. പാവോർന്നടാ, വെറും പാവം. എന്തായാലും സ്കോച്ചൊക്കെ റെഡിയാണ്. നീ ആൾക്കാരെ വിളിച്ച് സെറ്റ് ചെയ്തോ. നാളെ നമ്മ പൊളിക്കണേ, അത്ര തന്നെ. അല്ല എങ്ങോട്ടാ? അല്ല എന്നാണ് കൂട്ടുകാരന്മാരായിട്ട് മറ്റേ പരിപാടി? ഇന്ന് പറ്റൂല. ഇന്ന് നമുക്ക് തൃശ്ശൂർ പോണം. എന്റെ അനിയത്ര വീട്ടിൽ പോണം. അവരോട് നേരത്തെ പറഞ്ഞല്ല, സെറ്റാക്കി വെച്ചേക്കനാണ്. അവളൊക്കെ അവിടെ കാത്തിരിക്കും. അല്ല അതെങ്ങനെ ശരിയാവും? ഞാൻ നിന്റെ മുമ്പിൽ നിന്നല്ല അവരെ വിളിച്ചത്. ഞാൻ പറയാനുള്ള പറഞ്ഞു. തനിക്ക് എന്റെ അനിയത്തിയാണോ വലുത്, തന്റെ കൂട്ടുകാരാണോ വലുത്? എന്താന്ന് വെച്ചാൽ താൻ തീരുമാനിച്ചോ. എനിക്ക് കൂട്ടുകാരന്മാർ തന്നെ വലുത്. അല്ലെങ്കിൽ വേണ്ട. ഒരു മാസമുള്ളൂ, വെറുതെ എന്തിനാ മനസ്സമാധാനം കളയണത്? അവന്മാരോട് വിളിച്ച കാര്യം പറയാം. ഹലോ അളിയ. എടാ ഇന്നേ ഒരു അർജന്റ് ഒരു പരിപാടിയിൽ പെട്ടുപോടാ. നമുക്ക് പരിപാടി നാളത്തേക്ക് മാറ്റിയല്ലേ? പുതിയത് എറിയാണെന്ന് തോന്നുന്നുണ്ട് പണ്ടേരം. ഇല്ലെങ്കിൽ നേരത്തെ അവള് പറഞ്ഞ് കേൾക്കണ്ടേന്ന്. അങ്ങനെ കേട്ടിട്ടില്ല, പുതിയതാണ്. അല്ല എങ്ങോട്ടാ? അല്ല ഇന്നലത്തെ പരിപാടി പാളിയല്ല കൂട്ടുകാരന്മാരായിട്ട്. അത് ഇന്നാണ് സെറ്റ് ചെയ്തേക്കണത്. അല്ല ഇപ്പൊ ഈ കൊച്ചപ്പന്മാരുടെ വീട്ടിലൊന്നും പോകണ്ടേ? ഈ സാധനങ്ങൾക്കൊന്നും അങ്ങോട്ട് എത്തിക്കണ്ടേ? തനിക്കുണ്ടോ ഈ തലവേദന? അവിടെ വെച്ച് എന്താക്കാറുണ്ടാ? അവിടെ യൂസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ, അവിടെ ഞാൻ തന്നെയല്ലേ. അപ്പൊ ഞാനാണ് തന്റെ തലവേദന എന്നല്ലേ? നീ തന്നെയാണ് തലവേദന. ഇനിയിപ്പോൾ അവന്മാരെ വിളിച്ച് വേറെ പുസ്തകം മാറ്റണോ അല്ലേ? വേണ്ട, പുതിയ തെറിയാക്കണം. എന്തിനാണ്? ബന്ധക്കാരുടെ വീട്ടിൽ പോയിട്ട് തീരും എൻ്റെ ജീവിതം. പണ്ടേരം എടോ തന്റെ ഫ്രണ്ടാണ്. ഏത് നേരവും കൂട്ടുകാരന്മാരെന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ. ഗൾഫിൽ നിന്ന് വന്നത് തന്നെ അവരെ കാണാൻ വേണ്ടിയിട്ടാണ്. ആ പറയടാ. അതെ റെഡിയായി പോവാൻ നിൽക്കണം. അങ്ങനെ ഈ പ്രാവശ്യം ഞങ്ങളെ പറ്റിച്ചല്ലേ? ഈ പ്രാവശ്യം നടന്നില്ല കളിക്കേ. എന്തായാലും ഞാൻ അടുത്ത പ്രാവശ്യം. ഓവേ ഇത് കുറേ പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ്. ഓരോ പ്രശ്നങ്ങളല്ലേടാ, എന്ത് ചെയ്യാനാ? ആ നിന്റെ പ്രശ്നം നിന്റെ പിന്നിൽ തന്നെ ഉണ്ടല്ലോ. ശരി എന്നാ അടുത്ത പ്രാവശ്യം കാണാം. ശരിയാണല്ലേ, പ്രശ്നം പുറകെ തന്നെ ഉണ്ടല്ലോ. എന്താണ്?